നേതാക്കളൊക്കെ എത്തി ഫ്ലെക്സും ബാനറും ഒന്നും വേണ്ട, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ അനുകൂലികളുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ സ്പ്ലിറ്റ് ഉണ്ട്. ഇതിപ്പോൾ പുറമേ ഇപ്പോൾ വീണ്ടും ചെറുതായിട്ടൊക്കെ ഫ്ലെക്സും ബാനറും യുദ്ധമൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ടിരുന്നു. എങ്കിലും അവർക്കിടയിൽ KC, VD, RC അങ്ങനത്തെ വികാരങ്ങളുണ്ട്. അതുതന്നെയാണ് അണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് KPCC ആസ്ഥാനത്തേക്കും കൂടി ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ കൂടി തുടരുന്നുണ്ട്. ബിനിലെ പ്രവർത്തകരൊക്കെ നല്ല ആകാംക്ഷയിലായിരിക്കും, കാരണം ഡൽഹിയിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും 10 വർഷം യോഗങ്ങൾക്കല്ലാതെ KPCC ആസ്ഥാനത്ത് വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. ഇപ്പോൾ ആ ആൾക്കൂട്ടം തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ആ വലിയ ആൾക്കൂട്ടം കണ്ടതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കായാണ് പ്രവർത്തകരും ഇവിടുത്തെ തലസ്ഥാനത്തെ നേതാക്കളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് ഈ പ്രവർത്തകരുള്ളത്. അത് KC വേണുഗോപാലാണോ അതോ VD സതീശനാണോ അതോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള ആകാംക്ഷയാണ്. രമേശ് ചെന്നിത്തല മാത്രമാണ് തലസ്ഥാനത്ത് ഉള്ളത്. അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം വീട്ടിലുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൃത്യമായൊരു പ്രതികരണം വന്നില്ല. പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അധികം വൈകില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ പല നേതാക്കളുടെയും പ്രതികരണം നമുക്ക് ചോദ്യം ചെയ്തു. പക്ഷേ ആ പ്രതികരണം ഉണ്ടായില്ല. എവിടെ ഇപ്പോൾ ആളുകളൊക്കെ ഉണ്ട്. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? കാത്തിരിക്കുകയാണോ? AICC ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. ഇത് മാത്രമേ പറയാനുള്ളൂ. കാരണം എല്ലാവരും അതാണ്. കാരണം ജനാധിപത്യ രാജ്യമാണിത്. എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി AICC തീരുമാനിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു 9 ദിവസമായി ഒരു വൈകൽ ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്. ഉണ്ടായോ? അതൊരു പ്രതിച്ഛായ ബാധിച്ചോ? ഒന്നുമില്ല. കാരണം ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കും 50 ദിവസം എടുത്ത്, കേരളത്തിൽ തന്നെ മറ്റൊരു 18 ദിവസം എടുത്ത പിണറായി സർക്കാർ. ഇതൊക്കെ ഉണ്ടാകും. കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ വഴങ്ങുമ്പോൾ മാത്രമേ ചർച്ചയും ആൾക്കൂട്ടം അത് ചർച്ചയായി കാണിക്കാറുള്ളൂ. കോൺഗ്രസിൻ്റെ ഭാഗത്ത് മാത്രം. മറ്റ് ഒരു പാർട്ടിയാണെങ്കിൽ അതുണ്ടാവില്ല. കോൺഗ്രസ് ഒരു KC ഉണ്ട്, VD ഉണ്ട്, RC ഉണ്ട്. ആരാകും മുഖ്യമന്ത്രിയായി വരിക? നമുക്ക് പറയാൻ പറ്റില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾ അനുസരിക്കും. ആരാണെങ്കിലും അംഗീകരിച്ചേ പറ്റൂ. ആരാണെങ്കിലും അംഗീകരിക്കും. ഒരു പാർട്ടി പ്രവർത്തനം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളിനെ നമ്മൾ അംഗീകരിക്കും. സേതു, അതാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് വരുന്ന ആളുകളൊന്നും ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്നൊന്നും പറയുന്നില്ല. ആരായാലും ഹൈക്കമാൻഡ് പറയുന്ന തീരുമാനം അംഗീകരിക്കുമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. എന്തായാലും നേരത്തെ ചില ആളുകൾക്ക് VD സതീശനാവണം എന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും KC വേണുഗോപാലിലേക്ക് പോയാൽ അത് VD പക്ഷം അത് പരസ്യമായി ആ പ്രതിഷേധം അറിയിക്കുമെന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ KCയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു കാര്യം വന്നപ്പോൾ അവിടെ കൃത്യമായി തന്നെ പരസ്യമായൊരു പ്രതിഷേധവും പ്രകടനവും ഫ്ലെക്സി യുദ്ധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഈ KCയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് വീണ്ടും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. എന്തായാലും കാത്തിരിപ്പിന് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായുള്ള യോഗം അവിടെ തുടരുകയാണ്. യോഗം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 7 മണിക്കൂർ